Hi all, this is Abhay from Prepwise. 2024-ൽ CUET PG, IIT JAM, TISNET മുതലായ PG എൻട്രൻസ് എക്സാം ടാർഗറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. ഹായ് ഓൾ, CUET PG ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്വാണ്ടിറ്റേറ്റീവ് എബിലിറ്റിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A shopkeeper sold an article at a loss of 25%. അപ്പോൾ ലോസ് പെർസെന്റേജ് കൊടുത്തിട്ടുണ്ട് 25% ആണ്. If the selling price had been increased by 200, there would have been a gain of 15%. അപ്പോൾ ഷോപ്പ് കീപ്പർ ഒരു ആർട്ടിക്കിൾ സെൽ ചെയ്യാണ്. ആ സെൽ ചെയ്യുന്ന സമയത്തിൽ അദ്ദേഹത്തിന് 25% ലോസ് സംഭവിക്കുന്നുണ്ട്. ഇനി അദ്ദേഹം ഒരു 200 രൂപ കൂട്ടിയിട്ടാണ് കൊടുത്തിരുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അവിടെ 15% ഗെയിൻ ഉണ്ടാവുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ? ആ ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസ് എത്രയാന്നുള്ളതാണ്. അപ്പൊ നോക്കാം, ഇവിടെ 25% ലോസ് ഉണ്ടായിരുന്നു. 25% ലോസ് ഉണ്ടായിരുന്നു. അതാണ് ഞാൻ -25 എന്ന് എഴുതിയിട്ടുള്ളത്. അതിൽ നിന്ന് ഓൾമോസ്റ്റ് ഒരു 15% ഗെയിനിലോട്ട് വന്നു. ഓക്കെ, അതായത് 25 + 15 ഓൾമോസ്റ്റ് 40% ഡിഫറൻസ് വന്നു. എത്ര രൂപ കൊണ്ട്? 40% ഡിഫറൻസ് വന്നു. CP എത്ര രൂപ കൊണ്ട്? ഓൾമോസ്റ്റ് 200 രൂപ കൊണ്ട്. അതായത് CPയുടെ 40% എത്രയാണ്? 200 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ CPയുടെ 80% എന്ന് പറയുന്നത് 400 ആയിരിക്കും. അതുപോലെ തന്നെ 100% എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എത്രയായിരിക്കും? 500 ആയിരിക്കും. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കുക, വാട്ട് വാസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദി ആർട്ടിക്കിൾ എന്നാണ് ചോദിച്ചിരുന്നത്. നമുക്ക് കോസ്റ്റ് പ്രൈസ് 100 ആണെന്ന് വളരെ ഈസി ആയിട്ട് തന്നെ അവിടെ നിന്ന് കിട്ടും. ഓക്കെ, എല്ലാം എന്തെങ്കിലും നമുക്ക് എങ്ങനെ പറയാം? 200 = 40% ഓഫ് CP. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 200ഉം അതുപോലെ തന്നെ 40 ഞാൻ ജസ്റ്റ് കട്ട് ചെയ്യാണ്. ഓക്കെ, രണ്ടും 40 കൊണ്ട് നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ 5 വന്നു. CP = 5 × 100, ദാറ്റ് മീൻസ് 500 വരും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. ഷാലു സ്റ്റാർട്ടഡ് എ ബിസിനസ് ബൈ ഇൻവെസ്റ്റിംഗ് ₹42,000. അപ്പോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആര്? ഷാലു. ഓൾമോസ്റ്റ് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? 42,000 രൂപയാണ്. ഓക്കെ, ആഫ്റ്റർ 2 months റീന ജോയിൻഡ് ഹർ ബൈ ഇൻവെസ്റ്റിംഗ് 35,000. അപ്പൊ റീന വീണ്ടും ഒരു 2 മാസം കഴിഞ്ഞിട്ട്, അതായത് ഷാലു സ്റ്റാർട്ട് ചെയ്തു, പിന്നെ 2 മാസം കഴിഞ്ഞിട്ടാണ് ആര് വരുന്നത്? റീന വരുന്നത്. അപ്പൊ അവര് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് 35,000 രൂപയാണ്. പ്രോഫിറ്റ് അറ്റ് ദി എൻഡ് ഓഫ് 10 months വാസ് ₹315%. അവിടെ തീർച്ചയായും ഒരു ടൈപ്പോ എറർ ആവാനാണ് ചാൻസ് അല്ലെ. അതായത് ₹315% എന്ന് പറയുമ്പോൾ എന്തിന്റെ പെർസെന്റേജ് അങ്ങനെ ഒന്നും അവിടെ കൊടുത്തിട്ടില്ല. അതൊരു കറക്റ്റ് എക്സാക്ട് റുപ്പീസ് ആണ് വരേണ്ടത്. പക്ഷെ അവിടെ ഒരു ടൈപ്പോ എറർ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ആ ഒരു എമൗണ്ട് 31500 ആണ് എന്നുള്ളത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് എക്സാക്ട് അറിയില്ല. എക്സാക്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, വാസ് ₹31500. അങ്ങനെയാണെങ്കിൽ റീനാസ് ഷെയർ ഇൻ ദി പ്രോഫിറ്റ് ഈസ് ഹൗ മച്ച് റുപ്പീസ്? ഓക്കെ, അതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. റീനയുടെ ഷെയർ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഷെയർ എത്ര ഉണ്ടാവും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ഇവിടെ ഈ 42,000 അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു 10 മന്തും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇവിടെ 35,000 എത്ര മന്തേ ഉണ്ടായിട്ടുള്ളൂ? 8 മന്തേ ഉണ്ടായിട്ടുള്ളൂ. കാരണം അവർ റീന 2 മാസം കഴിഞ്ഞിട്ടാണ് ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു റേഷ്യോയിൽ തന്നെ എന്ത് ചെയ്യണം? ഈ ഒരു എമൗണ്ട് വിഹിതം വെക്കണം. അപ്പൊ ജസ്റ്റ് നോക്കാം, നമ്മളോട് ഇവിടെ റീനയുടെ പ്രോഫിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 35 × 8 എന്ന് പറയുമ്പോൾ എത്രയാണ്? 70 × 4 ആണ് വരിക. ദാറ്റ് മീൻസ് 70 × 4 എന്ന് പറയുമ്പോൾ 280 ആണ് അല്ലെ. 35 × 2 70 ആണ്. 70 × 4 280 ആണ്. ബാക്കി 3 സീറോസും കൂടി അവിടെ വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ റീനയുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഈ ഒരു എമൗണ്ട് ആണ്, 2,80,000 ആണ്. ഓക്കെ, നമ്മൾ ആ രീതിയിൽ റേഷ്യോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇയാളുടെ എത്ര വരും? അതായത് ഷാലുവിന്റെ എത്ര വരും അല്ലെ? 4,20,000 വരും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ 5 lakh വന്നു, 7 lakh വരും. ഇൻറ്റു ഇവിടെ എത്രയാണ് ടോട്ടൽ എമൗണ്ട്? 31500 ആണ്. അപ്പൊ നമുക്ക് ഈ 4 സീറോസും ഇവിടുന്ന് കട്ട് ചെയ്യാം. ഈ 4 സീറോസും നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്യാം. ഇവിടെ 14 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 ആണ്. ഇവിടെ 14 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് 5 ആണ്. ഓക്കെ, ഇനി 315 എത്ര 5 ഉണ്ട്? നമുക്കറിയാം 100ൽ ഓൾമോസ്റ്റ് 20 ആണ് അല്ലെ. 100 / 5 എന്ന് പറയുമ്പോൾ 20 ആണ്. അപ്പൊ 20, 30, 60, 63 ആണ് ഇവിടെ വരിക. 63. ഓക്കെ, ഇത് നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. 2 × 63 എന്ന് പറയുമ്പോൾ 126 ആണ്. 12600 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇപ്പോ 12600 എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും അടുത്തായിട്ട് നിൽക്കുന്ന ആൻസർ ഓപ്ഷൻ ബി ആണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു വാല്യൂ അസ്യൂം ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പൊ ക്വസ്റ്റ്യനിൽ ഒരു എറർ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടാത്തത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ സോളിഡ് മെറ്റാലിക് സ്ഫിയർ. അവിടെയൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ടൈപ്പോ എറേഴ്സ് വന്നിട്ടുണ്ട്. എ സോളിഡ് മെറ്റാലിക് സ്ഫിയർ ഓഫ് റേഡിയസ്
30 സെന്റിമീറ്റർ. അപ്പോ ഒരു സ്ഫിയറിന്റെ റേഡിയസ് കൊടുത്തിട്ടുണ്ട് എത്രയാണ് 30 സെന്റിമീറ്റർ ഈസ് ഡ്രോപ്ഡ് ഇൻ ടു സിലിണ്ട്രിക്കൽ വെസൽ ഓഫ് ഡയമീറ്റർ 80 സെന്റിമീറ്റർ. അപ്പൊ ഒരു സിലിണ്ട്രിക്കൽ വെസൽ ഉണ്ട്, ഒരു സിലിണ്ട്രിക്കൽ വെസൽ കൺസിഡർ ചെയ്തോ. ആ സിലിണ്ട്രിക്കൽ വെസലിലേക്ക് എന്ത് ചെയ്യാണ്, ഒരു സ്ഫിയർ ജസ്റ്റ് ഡ്രോപ്പ് ചെയ്യാണ്. ഓക്കെ, ഇഫ് ദ വെസൽ ഈസ് പാർട്ട്ലി ഫിൽഡ് വിത്ത് വാട്ടർ. അപ്പൊ ആ ഒരു വെസൽ ഓൾറെഡി കുറച്ച് വാട്ടർ ഉണ്ട് വിത്ത് വാട്ടർ ആൻഡ് സ്ഫിയർ ഡ്രോപ്ഡ് ഇൻ ഇറ്റ് കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ്ഡ്. അപ്പൊ ആ ഒരു സ്ഫിയർ ഇട്ട സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു സ്ഫിയർ കംപ്ലീറ്റ്ലി ഇമ്മേഴ്സ് ആവുന്നുണ്ട്, അതായത് ഫുൾ ആയിട്ട് അത് എന്ത് ചെയ്യുന്നുണ്ട്, മുങ്ങി നിൽക്കുന്നുണ്ട് ആ ഒരു സ്ഫിയർ. അങ്ങനെയാണെങ്കിൽ എക്സാമ്പിൾ ആയിട്ട് നോക്കുക, അവിടെ ആദ്യം ഒരു സിലിണ്ടർ ഉണ്ട്, ആ സിലിണ്ടറിൽ ഇപ്പൊ ഏകദേശം ഈ ഒരു ലെവൽ വരെ വെള്ളം ഉണ്ട് എന്ന് വിചാരിച്ചോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്ഫിയർ ഇടുന്ന സമയത്ത് തീർച്ചയായിട്ടും വെള്ളം എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. അപ്പൊ ആ ഇൻക്രീസ് ചെയ്ത ഹൈറ്റ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ടോട്ടൽ ഹൈറ്റ് അല്ല, ഇൻക്രീസ് ചെയ്ത ഹൈറ്റ് ആണ്. അതായത് ഇപ്പൊ ഈ ഒരു ലെവലിൽ ഉണ്ടായിരുന്നു, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഈ ഒരു ലെവലിലേക്ക് എത്തിയെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെവൽ മുതൽ ഈ ഒരു ലെവൽ വരെ എത്ര ഹൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര ഹൈറ്റ് ഇൻക്രീസ് ചെയ്തു എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. അപ്പൊ നമുക്കറിയാം വാട്ടർ ഡിസ്പ്ലേസ് ചെയ്ത വാട്ടർ അല്ലെ, അതായത് നമ്മൾ ആ ഒരു സ്ഫിയർ ഇടുന്ന സമയത്ത് ഡിസ്പ്ലേസ് ചെയ്ത വാട്ടർ അതിന് തുല്യമായിരിക്കും തീർച്ചയായിട്ടും എന്തെന്ന് പറയുന്നത്, ഈ ഒരു സ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്ഫിയറിന്റെ വോളിയം നോക്കാം, 4/3 പൈ ആർ ക്യൂബ് ആണ്. പൈന്റെ വാല്യൂ 22/7 ആണ്. ഇൻറ്റു ആർ ക്യൂബ് എത്രയാണ്, 30 ക്യൂബ് ആണ്. ഈസ് ഈക്വൽ ടു ആ ഒരു സിലിണ്ടറിന്റെ വോളിയം. അപ്പൊ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ഒരു സ്ഫിയറിന്റെ വോളിയം എന്താക്കിയിട്ടാണ്, സ്ഫിയറിന്റെ വോളിയം സിലിണ്ടറിലേക്ക് മാറ്റാണ്. അപ്പൊ ആ ഒരു രീതിയിൽ അവിടെ തീർച്ചയായിട്ടും ഹൈറ്റിൽ എന്തുണ്ടാവും, ഒരു ഇൻക്രീസ് ഉണ്ടാവും. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ സിലിണ്ടറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ എന്താണ്, പൈ ആർ സ്ക്വയർ എച്ച് ആണല്ലേ, പൈ ഇൻറ്റു ആർ സ്ക്വയർ. ഇവിടെ നിങ്ങളോട് പറയുന്നുണ്ട് എന്താണ്, 80 മീറ്റർ ആണ് ഡയമീറ്റർ എന്തിന്റെ, സിലിണ്ടറിന്റെ. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്ര ആയിരിക്കും, 40 ആയിരിക്കും. ഓക്കെ, 40 സ്ക്വയർ പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച് ആണ്. ഈ എച്ച് ആണ് നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുള്ളത്. പൈ ഞാൻ എന്ത് ചെയ്യാണ്, രണ്ട് ഭാഗത്തുനിന്നും കട്ട് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ 4/3 ഇൻറ്റു 30 ഇൻറ്റു 30 ഇൻറ്റു 30 is equal to 40 ഇൻറ്റു 40 ഇൻറ്റു എച്ച് ഒക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു സീറോ ഞാൻ കട്ട് ചെയ്തു, ഈ ഒരു സീറോയും കട്ട് ചെയ്തു. നെക്സ്റ്റ് ഈ ഒരു സീറോയും നമുക്ക് കട്ട് ചെയ്യാം, ഈ ഒരു സീറോയും കട്ട് ചെയ്യാം. ഈ ഒരു 4 കട്ട് ചെയ്തു, ഈ ഒരു 4 കട്ട് ചെയ്തു. നെക്സ്റ്റ് ഈ ഒരു 3 കട്ട് ചെയ്തു, ഈ ഒരു 3 കട്ട് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് 3 ഇൻറ്റു 30 എത്രയാണ്, 3 ഇൻറ്റു 30 90 ആണ്. ഓക്കെ, is equal to 4h. h is equal to 90 divided by 4 is equal to 45 divided by 2 is equal to 22.5 സെന്റിമീറ്റർ ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അപ്പോ ഇച്ചിരി പാടുണ്ടാവും ചിലപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ബട്ട് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എ മാൻ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 1200 കിലോമീറ്റർ ഇൻ 70 days. ഓക്കെ, റെസ്റ്റിംഗ് 9 hours a day. അപ്പോ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ, ഒരാള് ഓൾമോസ്റ്റ് 1200 കിലോമീറ്റർ 70 ദിവസം കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് നോക്കാം, 1200 കിലോമീറ്റർ അദ്ദേഹം 70 ദിവസം കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓരോ ദിവസം അദ്ദേഹം എത്ര മണിക്കൂർ ട്രാവൽ ചെയ്യുന്നുണ്ട് നോക്കാം. ഓക്കെ, 70 ഇൻറ്റു അദ്ദേഹം 9 മണിക്കൂർ റെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ 24 നിന്ന് 9 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 15 ഉണ്ടാവും. ഓക്കെ, അപ്പൊ 7 ഇൻറ്റു 15. അപ്പോ 7 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ എത്രയാണ്, 7 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 70 ആണ്. 70 പ്ലസ് 35 എന്ന് പറയുമ്പോൾ 105 ആണ്. ഒരു സീറോ കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോ അദ്ദേഹം ടോട്ടൽ യാത്ര ചെയ്ത മണിക്കൂറുകൾ എന്ന് പറയുമ്പോൾ 1050 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോ നമുക്ക് അവിടെ സ്പീഡ് കണ്ടെത്താൻ പറ്റും. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഡിസ്റ്റൻസ് 1200 ആണ്. ഡിവൈഡഡ് ബൈ ടൈം നമ്മൾ ഹവറിലാണ് എടുക്കുന്നത്, 1050. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇനി പറയുന്നത്, ഇഫ് ഹി റെസ്റ്റ് 10 hours a day, work with speed 1.5 times of the previous speed, then in how many days will he cover 84 kilometer. അപ്പോ അദ്ദേഹം എന്ത് ചെയ്യാണ്, ഓൾമോസ്റ്റ് 10 അവർ റെസ്റ്റ് ചെയ്യാണ്. ദാറ്റ് മീൻസ് ഒരു ദിവസം അദ്ദേഹം എത്ര ട്രാവൽ ചെയ്യും, 14 അവർ ട്രാവൽ ചെയ്യും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള സ്പീഡിനെക്കാളും ഓൾമോസ്റ്റ് എത്ര ആക്കിയിട്ട് ഇൻക്രീസ് ചെയ്യാണ്, 1.5 ആക്കിയിട്ട് അദ്ദേഹം ഇൻക്രീസ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കൊണ്ട് അദ്ദേഹം 840 കിലോമീറ്റർ ട്രാവൽ ചെയ്യും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സ്പീഡ് എത്രയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് നോക്കാം. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ ഈ സീറോ കട്ട് ചെയ്തു, ഈ ഒരു സീറോയും ഞാൻ കട്ട് ചെയ്തു. ഓക്കെ, ഞാൻ 5 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ എത്ര വരും, ഇവിടെ 5 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് 10 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 12 വരും, 5 കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ 24 വരും, ഇവിടെ ഓൾമോസ്റ്റ് 21 വരും. വീണ്ടും എനിക്ക് എന്ത് ചെയ്യാം, 3 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 3 കൊണ്ട് കട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 8 വന്നു, ഇവിടെ 7 വന്നു. അപ്പൊ 8/7 ആണ് അദ്ദേഹത്തിന്റെ സ്പീഡ് വരുന്നത്. അതിനെ 1.5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. സ്പീഡ് തീർച്ചയായിട്ടും അദ്ദേഹം 1.5 ആക്കിയിട്ട് കൂട്ടാന്ന് പറയുന്നുണ്ട്. 1.5 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലാന്നുണ്ടെങ്കിൽ 3/2 അല്ലെ. 1/2 എന്ന് പറഞ്ഞാൽ 1 into 2 2 ആണ്. 2 plus 1 3 ആണ്. ഒക്കെ 3/2 ആണ്. അപ്പൊ നമുക്ക് ആ രീതിയിൽ നോക്കുന്ന സമയത്ത് ഇവിടെ 2 അതുപോലെ തന്നെ എന്തും കട്ട് ചെയ്യാം, 8ഉം കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 4 വന്നു. 4 into 3 12 ആണ്. 12 divided by 7 ആണ് അദ്ദേഹത്തിന്റെ ന്യൂ സ്പീഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് അദ്ദേഹം എടുക്കുന്ന സമയം നോക്കാം. മണിക്കൂറിലാണ് നമുക്ക് സമയം കിട്ടുക. 840 divided by 12 divided by 7. ദാറ്റ് മീൻസ് നമുക്ക് എന്ത് കിട്ടും,
840 into 7/12 കിട്ടും. 12ഉം അതുപോലെ തന്നെ 84ഉം നമുക്ക് കട്ട് ചെയ്യാം. ഓൾമോസ്റ്റ് എത്ര വരും? ഇവിടെ 7 into 12 ആണല്ലോ 84, അങ്ങനെയാണെങ്കിൽ 7 വരും. അപ്പൊ 70 into 7 ഓൾമോസ്റ്റ് 490 hours ആണ്. 490 hours ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, അദ്ദേഹം ഒരു ദിവസം എത്ര ഹവർ റെസ്റ്റ് ചെയ്യും? 10 അവർ റെസ്റ്റ് ചെയ്യും. ബാക്കി 14 അവർ അദ്ദേഹം എന്ത് ചെയ്യും? നടക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 490 divided by 14 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് എത്ര വരും? അതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. 490 divided by 14 ജസ്റ്റ് നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 490 divided by, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം. 490 divided by 14. ഓക്കെ, 14 into 28 ആണ്. പിന്നെ 38 42 വരും. അപ്പൊ 3 into 14 42 ആണ്. ബാക്കി എത്ര വരുന്നുണ്ട്? ബാക്കി 70 വരുന്നുണ്ട്. 70ൽ എത്ര? 14 ഉണ്ട്, 5 ആണ്. ദാറ്റ് മീൻസ് 35 days കൊണ്ട് അദ്ദേഹം ആ ഒരു യാത്ര കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. A sum of money invested on simple interest at 15% per annum fetched 10,350 as interest in 3 years. Find the sum invested. അപ്പൊ സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ്. അവിടെ പലിശ മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. എത്രയാണ്? 10,350 ആണ്. അപ്പൊ നോക്കാം, P into N നമ്പർ ഓഫ് ഇയേഴ്സ് എത്രയാണ്? 3 into R 15 ആണ്. ഡിവൈഡഡ് ബൈ 100 is equal to 10,350. ഇവിടെ പലിശ മാത്രം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റ് ചെയ്താൽ മതി. എന്ന് പ്രിൻസിപ്പൾ മൈനസ് ചെയ്യൊന്നും ആവശ്യമില്ല. കാരണം നമ്മളോട് പലിശ മാത്രമാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവിടെ പലിശ മാത്രം ഫെച്ച്ഡ് എമൗണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് 10,350 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 1035 നമുക്ക് 15 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. 15. ഓക്കെ, ഇവിടെ 103 നമ്മൾ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 6 വരും. 6 into 15 90 ആണ്. ഓക്കെ, ബാക്കി 13ഉം 135 വരും. അങ്ങനെയാണെങ്കിൽ 135 എത്ര 15 ഉണ്ട്? 9 ആണ്. 9 into 15 135 ആണ്. റിമൈൻഡർ ഒന്നും വരുന്നില്ല. ഓക്കെ ആണ്. 15ഉം അതുപോലെ തന്നെ ഈ ഒരു 1035 ഞാൻ കട്ട് ചെയ്യാണ്. വീണ്ടും ഒരു 0 ഇട്ട് കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു 0 ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്തിട്ടില്ല. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 69ൽ എത്ര 3 ഉണ്ടാവും? 69ൽ നോക്കാം, 10 20 അതുപോലെ തന്നെ 23 ഉണ്ടാവും അല്ലെ? 23. അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് നോക്കിക്കോ, 100 into 230 ആണ്. ഈക്വൽ ടു ഇവിടെ ഒരു 0 ഉണ്ടല്ലോ, 230. ഓക്കെ, 23 0, ഇനി ബാക്കി 2 0 കൂടി ഉണ്ട്. 23,000 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. A and B can do a work in 12 days and 24 days respectively. അപ്പൊ എക്ക് ഒരു വർക്ക് 12 days കൊണ്ടും ബിക്ക് ഒരു വർക്ക് 24 days കൊണ്ടും തീർക്കാൻ പറ്റും. They started working together but left the work 3 days before its completion and thereafter B alone completed the work. അപ്പോ എയും ബിയും കൂടി കുറച്ച് ദിവസം വർക്ക് ചെയ്തു. എന്നിട്ട് വർക്ക് തീരാൻ 3 ദിവസം ഉള്ളപ്പോ എന്ത് ചെയ്തു? എ ലെഫ്റ്റ് ചെയ്തു, ബാക്കി വർക്ക് ബി മാത്രമാണ് ചെയ്തത്. അതായത് ലാസ്റ്റ് 3 ദിവസം ബി മാത്രമാണ് വർക്ക് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടി ഒരുമിച്ച് ആ ഫസ്റ്റത്തെ ആ ഒരു ഫേസിൽ എത്ര ദിവസം വർക്ക് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള നമുക്ക് LCM മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ് 12ന്റെയും 24ന്റെ LCM എത്രയാണ്? 24 തന്നെയാണ്. അപ്പൊ ടോട്ടൽ വർക്ക് equal to 24 units. എത്രയാണ്? 24 units ആണ്. അങ്ങനെയാണെങ്കിൽ എ ഒരു ദിവസം 12 ദിവസം കൊണ്ട് ടോട്ടൽ വർക്ക് തീർക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 24 divided by 12 equal to 2 units. ഇനി നെക്സ്റ്റ് ഇവിടെ നോക്കിക്കോ, ഇവിടെ ബി ഇവിടെ ടോട്ടൽ വർക്ക് എത്രയാണ്? 24 ആണ്. അപ്പൊ ബി ടോട്ടൽ വർക്ക് തീർക്കുക 24 ദിവസം കൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം ബി 24 divided by 24, that means 1 unit തീർക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടി ഒരു ദിവസം എത്ര വർക്ക് തീർക്കും? ഒരു ദിവസം എയും ബിയും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 3 units തീർക്കും. അപ്പോ ഇവർ 3 units തീർക്കും. പക്ഷെ 3 units എത്ര ദിവസം വരെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല. ഓക്കെ, 3x പ്ലസ് ലാസ്റ്റത്തെ 3 ദിവസം ആര് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ? ബി മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ബി ഒരു ദിവസം എത്ര യൂണിറ്റ് ചെയ്യും? 1 യൂണിറ്റ്. അപ്പോ 3 ദിവസം എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് വർക്ക് ചെയ്യും. 3 യൂണിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് എത്രയാണ്? 24 ആണ്. 3x is equal to 21, x is equal to 7. ഓക്കെ, അപ്പൊ ആദ്യത്തെ ആ ഒരു ഫേസിൽ എയും ബിയും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളത് 7 days ആണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് സം ഓഫ് മണി വിൽ ബിക്കം rupees 550 in 5 years and to 568 in 7 years with the same rate of simple interest. അപ്പോ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് സിമ്പിൾ ഇൻട്രസ്റ്റിലാണ്. അതെന്ത് ചെയ്യാണ്? ഒരു സെയിം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ 5 കൊല്ലം കൊണ്ട് 520 ആയി മാറും. പലിശ മാത്രമല്ല, അവിടെ എമൗണ്ട് ആണ്. ഓക്കെ, ശ്രദ്ധിക്കണം. ഓക്കെ, അതുപോലെ തന്നെ 7 ഇയേഴ്സിൽ 568 ആയിട്ട് മാറും. ഓക്കെ, എമൗണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു എമൗണ്ട് എത്രയായിരിക്കും എന്നുള്ളത്, പ്രിൻസിപ്പൽ എമൗണ്ട് എത്രയായിരിക്കും എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ ഞാൻ പറയാണ്, നമുക്കറിയാം ഒരു സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ ഓരോ വർഷവും നമുക്ക് കിട്ടുന്ന പലിശ എന്താണ്? സെയിം ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ പ്രിൻസിപ്പൽ എമൗണ്ട് പ്ലസ് ഇവിടെ ഫസ്റ്റ് കേസിൽ നമുക്ക് 5 വർഷം അല്ലെങ്കിൽ 5 വർഷവും നമുക്ക് ഒരു സെയിം എമൗണ്ട് കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഒരു പലിശ. അപ്പോ 5 പ്ലസ്, അപ്പോ പി പ്ലസ്
P plus 5 into I is equal to 520 ആണെന്ന് ഞാൻ പറയാണ്. സെയിം കേസ് തന്നെ P plus 7 into I is equal to 568 ആണ്. അങ്ങനെയാണെങ്കിൽ ഈക്വേഷന് കുറക്കാം P minus P 0 ആണ്. 7I minus 5I എത്രയാണ്? 2I. 2I is equal to എത്രയാണ്? 48. I is equal to 24. I ന്റെ വാല്യൂ 24 ആണ്. അപ്പൊ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. P plus 24 into 5 എത്രയാണ്? 120 ആണ്. is equal to 520. P is equal to എത്ര വന്നു? 400 വരും. ഓക്കെ ആണല്ലോ? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി സർഫസ് ഏരിയ ഓഫ് എ ക്യൂബോയിഡ് വിത്ത് ഡയമെൻഷൻ 3, 4, 5 സെന്റിമീറ്റർ. ഇപ്പോ ഒരു ക്യൂബോയിഡിന്റെ സർഫസ് ഏരിയ ആണ് ചോദിക്കുന്നത്. അതിന്റെ സൈഡ്സ് ഏതൊക്കെയാണ്? 3ഉം 4ഉം 5ഉം ആണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ അറിയാം. 2 into LB plus LH plus BH ആണ് അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് നോക്കിക്കോ. 2 into LB 3 into 4 എത്രയാണ്? 12 ആണ്. പ്ലസ് LH 4 into 5 എത്രയാണ്? 20 ആണ്. പ്ലസ് BH 3 into 5 എത്രയാണ്? 15 ആണ്. ഓക്കെ, ഈക്വൽ ടു 2 into ഇവിടെ 12 പ്ലസ് 20 എത്രയാണ്? 32 ആണ്. 32 42 47. ഓക്കെ, 2 into 47 ഓൾമോസ്റ്റ് 94 ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവും. ഓപ്ഷൻ 4 94 ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. എ മെർച്ചന്റ് ഹാഡ് 1000 kg ഓഫ് ഗ്രെയിൻ, എ പാർട്ട് ഓഫ് വിച്ച് ഹി സോൾവ്ഡ് അറ്റ് 10% പ്രോഫിറ്റ് and the rest at 18% profit. He gains 16% on the whole. The quantity solved at 18% profit is. നമുക്ക് അലിഗേഷൻ ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മെർച്ചന്റിന്റെ കയ്യിൽ 1000 kg ഗ്രെയിൻ ഉണ്ടായിരുന്നു. ഒരു പാർട്ട് എന്ത് ചെയ്തു? 10% പ്രോഫിറ്റിലും രണ്ടാമത്തെ പാർട്ടി 18% പ്രോഫിറ്റിലും അദ്ദേഹം എന്ത് ചെയ്തു? വിറ്റു. അദ്ദേഹത്തിന് കിട്ടിയ ടോട്ടൽ, അതായത് ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 16% ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഷ്യോ നമുക്ക് വളരെ ഈസി ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ 18 minus 16 എന്ന് പറയുന്നത് 2 ആണ്. 16 minus 10 എന്ന് പറയുന്നത് 6 ആണ്. 2:6, അതായത് 1:3 എന്ന് പറയുന്ന റേഷ്യോയിലാണ് അദ്ദേഹം അത് വിറ്റിട്ടുണ്ടാവും. അതായത് 10% അദ്ദേഹം വിറ്റത് ഓൾമോസ്റ്റ് 1x ആയിരിക്കും. അതുപോലെ തന്നെ അവിടെ 18% പ്രോഫിറ്റിൽ വിറ്റത് ഓൾമോസ്റ്റ് 3x ആയിരിക്കും. അപ്പൊ നമുക്കറിയാം ടോട്ടൽ എന്ന് പറയുന്നത്, അതായത് 1x plus 3x എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എത്ര kg ആണ്? 1000 kg ആണ്. 1000 kg ആണ്. അങ്ങനെയാണെങ്കിൽ 4x is equal to 1000 kg. അങ്ങനെയാണെങ്കിൽ x is equal to 250 kg ആണ് ഉണ്ടാവുക. നമ്മളോട് ചോദിക്കുന്ന നോക്കാം, ക്വാണ്ടിറ്റി സോൾവ്ഡ് അറ്റ് 18% പ്രോഫിറ്റ്. 18% പ്രോഫിറ്റ് എത്രയാണ്? 3x ആണ് അല്ലെ? 3x മീൻസ് 3 into x എത്രയാണ്? 250 ആണ്. ദാറ്റ് മീൻസ് 750 kg ആയിരിക്കും. ഓപ്ഷൻ 4 750 kg ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, one pipe can fill a tank 4 times as fast as another pipe. ഇപ്പൊ പൈപ്പ് എ ഉണ്ട്, അതുപോലെ തന്നെ പൈപ്പ് ബി ഉണ്ട്. പൈപ്പ് എക്ക് പൈപ്പ് ബിനേക്കാളും 4 ടൈം ഫാസ്റ്ററിൽ നടക്കാൻ കഴിയുന്നുള്ളതാണ്. എക്സാമ്പിൾ ആയിട്ട് പൈപ്പ് എ ഒരു x ടൈം ആണ് എടുക്കാന്നുണ്ടെങ്കിൽ പൈപ്പ് ബി എത്ര എടുക്കും? 4x എടുക്കും. കാരണം 4 ഇരട്ടി സമയം അത് തീർച്ചയായിട്ടും എടുക്കും. ഓക്കെ, എഫിഷ്യൻസിയും അതുപോലെ തന്നെ ടൈമും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. If together the two pipes can fill the tank in 48 minutes. ഈ രണ്ട് പൈപ്പിനും കൂടി ഓൾമോസ്റ്റ് 48 മിനിറ്റ് കൊണ്ട് ആ ഒരു ടാങ്ക് ഫില്ല് ചെയ്യാൻ കഴിയും എന്നുണ്ടെന്നുണ്ടെങ്കിൽ then the shower pipe alone, മിക്കവാറും അവിടെ സ്ലോവർ പൈപ്പ് എന്നായിരിക്കണം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. സ്ലോവർ പൈപ്പ് alone will able to fill the tank in. സ്ലോവർ പൈപ്പ് മാത്രം വർക്ക് ചെയ്യുകയാണെങ്കിൽ എത്ര ടൈം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാം, രണ്ട് ആളുകൾ ഒരുമിച്ച് വർക്ക് ചെയ്യുക അല്ലെങ്കിൽ രണ്ട് പൈപ്പ് ഒരുമിച്ച് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? AB/A+B ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ ഇവിടെ ജസ്റ്റ് നോക്കാം. AB എന്ന് പറയുന്നത് ഇവിടെ x into 4x എന്താണ്? 4x² ആണ്. ഡിവൈഡഡ് ബൈ A+B. ഡിവൈഡ് ബൈ A+B എന്താണ്? A+B x plus 4x, ദാറ്റ് മീൻസ് 5x ആണ്. ഈക്വൽ ടു അവിടെ എടുക്കുന്ന സമയം അവിടെ കൊടുത്തിട്ടുണ്ട് 48 മിനിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ x² അതുപോലെ തന്നെ അതിലൊരു എക്സും താഴത്തുള്ള എക്സും നമ്മൾ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാം. ഇവിടെ 4ഉം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കട്ട് ചെയ്യാം. ഇവിടെ 12 വന്നു. x is equal to 60 മിനിറ്റ്. ഓക്കെ, 60 മിനിറ്റ് ആണ്. നമ്മളിവിടെ 48 മിനിറ്റിലാണ് എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസറും മിനിറ്റിലായിരിക്കും. അപ്പോ നമ്മളോട് സ്ലോവർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് ഫാസ്റ്റർ ആണ്, അതുകൊണ്ടാണ് വേഗം തീർന്നത്. അങ്ങനെയാണെങ്കിൽ സ്ലോവർ എന്തായിരിക്കും? 4 into 60, ദാറ്റ് മീൻസ് എത്രയാ വരിക? 240 മിനിറ്റ് ആണ്. 240 മിനിറ്റ് ആണ്. അപ്പൊ അത് ഹവറിലേക്ക് മാറ്റുന്ന സമയത്ത് എത്രയാണ്? 240 ഡിവൈഡ് ബൈ 60 ഓൾമോസ്റ്റ് 4 hours ആയിരിക്കും നമ്മൾ റൈറ്റ് ആൻസർ ആയിട്ട് വരാം. ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. അടുത്തൊരു സെഷനുമായിട്ട് നമ്മൾ വീണ്ടും കാണും. ഇതുവരേക്കും ബൈ.